പോക്കണം. അത് തീരുമാനമായി എന്നാ തോന്നുന്നത്. എൻ്റെ നാക്കോടച്ചപ്പോഴേ എനിക്ക് തോന്നി. ഹലോ അണ്ണ തീർന്നണ്ണ. അണ്ണ ഈ വണ്ടി എന്ത് ചെയ്യും? നീ ഇത് ഗ്യാരേജ് കേട്ടാ. ഓർമ്മയുണ്ടോ ഇല്ലേ? ഉണ്ട്, പക്ഷേ ഇല്ല. മനസ്സിലായില്ല. അതായത് ഓർമ്മ പോയി എന്ന് അവൾ അഭിനയിക്കുകയായിരുന്നു. ഓ, അപ്പോ ഓർമ്മയുണ്ട്. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. അവൾക്ക് ശരിക്കും ഓർമ്മയില്ല. ശരിക്കും ഓർമ്മയില്ലാത്തൊരാള് എന്തിനാടാ പട്ടി ഓർമ്മയില്ല എന്ന് അഭിനയിക്കുന്നത്? ഇത് വിശ്വസിക്കാൻ ഞാൻ ആരാന്നാടാ നീ വിചാരിച്ചത്? ഈ മണ്ണനാണെന്നോ? പറഞ്ഞു നോക്ക്. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാവേ. അതായത് ഓർമ്മ പോയി എന്ന് അഭിനയിക്കുന്ന സമയത്ത് സത്യത്തിൽ അവൾക്ക് ഓർമ്മ പോയിരുന്നു. അത് അവൾക്കറിയില്ല, കാരണം അവൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പൊ ഓർമ്മയില്ല എന്ന് അഭിനയിക്കുന്നുണ്ട്, ഓർമ്മ പോയി കാണും എന്ന് അവൾ ഓർത്തില്ല. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? എനിക്കുണ്ട്. ഞാനേ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നീ അവളോട് ചേർന്ന് എന്തെങ്കിലും ഉടായ്പ എന്നോട് ഇറക്കിയാലുണ്ടല്ലോ പന്നിയുടെ മോനെ. എന്താ മുതലാളി? നിന്നെ അല്ലടാ പോക്കെ. ഒന്ന് രണ്ട് സ്വർണ്ണമാലൻ ടെലിവിഷനൊക്കെ അടിച്ചു മാറ്റിയെന്ന് കരുതി നീ വലിയ സാഗരയിലേസ് ജാക്കിയൊന്നും ആവില്ല. അതുകൊണ്ട് വലിയ ജാടയൊന്നും ഞങ്ങളെടുത്ത് വേണ്ട. സാർ, അതൊരു പഴയ വണ്ടിയല്ലേ. ഞാൻ പുതിയൊരു വേറെ വണ്ടി സംഘടിപ്പിച്ചെന്ന പ്രശ്നം തീർന്നില്ലേ? വേറെ വണ്ടി നീ കുഞ്ഞി തിന്നാ മതി. നിനക്കറിയോ, മരിച്ചുപോയ എന്റെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയാണ്. അവന്റെ ഓർമ്മയാണത്, അവന്റെ ഫേവറേറ്റ്, ആദ്യത്തെയും അവസാനത്തെയും. ബിജോ, എന്തോ മുതലാളി? നമ്മൾ ആരാ എന്ന് ഇവനെ ഒന്ന് ഓർമ്മപ്പെടുത്തി വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവൻ അതും മറന്നു പോകും. I told you that day itself. ഇത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് പറയുമ്പോൾ എളുപ്പമാണ്. ഓർമ്മയില്ല, ഓർമ്മ പോയി, ഓർമ്മ വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? But how is it possible? ആക്സിഡന്റ് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഹോസ്പിറ്റൽ വന്നതും എനിക്ക് ഓർമ്മയുണ്ട്. മറ്റതൊക്കെ അങ്ങനെയാണ് ജിയ നമ്മുടെ ബ്രെയിൻ. അത് നമ്മുടെ കൺട്രോളിലുള്ള സാധനമല്ല. നീ അഭിനയിച്ചത് നിനക്ക് സംഭവിച്ചു. ആക്സിഡന്റ് ഷോക്കിൽ ആ സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ, നീ പ്രണവിന്റെ കാർ എടുത്തതും ആ വണ്ടിയാണ് ആക്സിഡന്റ് ആയതെന്നും നിന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു. ടിപ്പിക്കൽ ഷോർട്ട് ടേം മെമ്മറി ലോസ്. ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് പ്രണവിനെ കണ്ടു, ആക്സിഡന്റിന് ശേഷം പ്രിൻസിനെയും. അതുകൊണ്ട് അവരുടെ ഇമേജസ് നിന്നെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത്. വേഗ് മെമ്മറീസ് അല്ലാതെ കാർ എടുത്തതും അതിനുശേഷം സംഭവിച്ചതൊന്നും കർത്താവാണ് എനിക്ക് ഓർമ്മയില്ല. പ്ലീസ് ബിലീവ് മീ. അപ്പൊ എന്നോട് ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. പിന്നെ ഓരോ അവകാശം പറഞ്ഞ് വന്നേക്കരുത്, അതുകൊണ്ട് ചോദിക്കുക. സമീറിന് ഏരിയ മനസ്സിലായല്ലോ അല്ലേ? സർ, ആ പരിസരത്ത് തന്നെ കാണണം. സർ. ഡോണ്ട് വേസ്റ്റ് ടൈം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ശേ, ആ വില അങ്ങനെ വില പറയില്ല ചെട്ടിയാരെ. നിങ്ങൾ ആദ്യം വണ്ടി ഒന്ന് വന്ന് കാണാൻ, എന്നിട്ട് വില പറ. ആ, അവിടെ എഴുതാനുണ്ട്. ഓക്കെ. അണ്ണാ, ഇനി വല്ല പോലീസും പറയൂ. കരുനാക്ക് വളയ്ക്കാതരാ. ഏതായാലും അവർക്ക് നമ്മളെ ഓർമ്മയില്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട്. നല്ലൊരു വെങ്ങച്ചായിരുന്നു. അതങ്ങനെ വർക്കൗട്ടായിരുന്നെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കായിരുന്നു. എന്തൊക്കെയായിരുന്നടാ, പേര് മാറ്റുന്നു, പഴയ കാമുകനാവുന്നു, പച്ച കുത്തുന്നു. അവളുടെ പുറകെ നടന്ന സമയത്തെ ഇത് വല്ല എടുത്ത് വിറ്റിരുന്നെങ്കിൽ സൊസൈറ്റിയിലെ കടയെങ്കിലും വീട്ടായിരുന്നു. വിളിക്കണ്ട, വിൽക്കാൻ പോവാ. ആ ചെട്ടിയാർ ഇപ്പൊ തന്നെ വരും. അത് നന്നായണ്ണ. എനിക്ക് തരാനുള്ള 1500 തിരിച്ചിട്ടില്ല. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ശരിക്കും പറഞ്ഞ മോനെ? ആ, പറഞ്ഞു. നന്നായി, അവളുടെ ജീവിതം രക്ഷപ്പെട്ടു. ഒന്ന് പോകാനുള്ള അവിടെ. എടാ, നീ അങ്ങോട്ട് അകത്തേക്ക് വേടാ, ഉരുട്ടി തരാൻ ഞാൻ നിനക്ക്. അല്ല പിന്നെ വെറുതെ അല്ല, എന്താ വേറെ
ചെയ്യാനൊക്കെ എടുക്കുക. ഇത്രയും കാലം വെയിലും മഴയും കൊള്ളാതെ കാത്തു സൂക്ഷിച്ചതിന് താങ്ക്സ്. സി യു. അണ്ണാ ഈ വണ്ടി കൊണ്ട് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കഴുതേ. അണ്ണ നമ്മുടെ വണ്ടി ഇറങ്ങി പോടാ. എന്റെ ആശാനെടുത്ത കളി. ആക്സിലേറ്റർ ഇങ്ങനെ ചവിട്ടി വിചാരിച്ച് പെട്രോൾ തന്നെ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാ തനിക്ക് ഇതിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചു വെച്ചുകൂടെ? താൻ ഇവിടുത്തെ വർഷപ്പാരനാണോ? ഇഡിയറ്റ്. നന്നാക്കാൻ തരുന്ന വണ്ടിയുടെ അകത്ത് പെട്രോൾ ഒഴിച്ചു തരുന്ന ഏതെങ്കിലും വർഷാപ്പുകാരനെ നീ കണ്ടിട്ടുണ്ടോ? മാറിക്ക്. ചെറുക്ക കുറച്ച് പെട്രോൾ മേടിച്ചോണ്ട് വാ. എന്ന് മേടിച്ചോടാ. ഗ്യാരേജിന്റെ തിരിക്കണ്ട, അത് എടുത്തോണ്ടാ. സാറോടെ പടിയായിക്കോ. പയ്യൻ പെട്രോളായിട്ട് വരുമ്പോൾ ഞാൻ വണ്ടി കൊണ്ട് പോയിക്കോളാം. എങ്ങോട്ട് കൊണ്ടുപോയി? പെട്രോളിന് കാശ് കൊടുത്ത് ഞാനാണല്ലോ, ഞാൻ വണ്ടി കൊണ്ട് പോയിക്കോളാം. ഓ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ? പെട്രോളിന്റെ കാശ് കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റും? ആ, സ്വന്തം വണ്ടിയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. ഇതേ എന്റെ വണ്ടിയാ. ആ തലതിരിഞ്ഞ പിശാച് വൺ സ്മോൾ സ്പിൻ എന്നും പറഞ്ഞ് കൊണ്ടുപോയി ആക്സിഡന്റ് ആക്കിയതാ. അല്ല, നീ അതിലും വലിയ മെടുക്കലാണല്ലോ. കാണാൻ കൊള്ളാവുന്നൊരു വണ്ടിയും ഒരു പെണ്ണിനെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോൾ രണ്ടും ഒരുമിച്ചടിച്ചു മാറ്റാൻ നോക്കി. പെണ്ണിന് എന്തായാലും കിട്ടില്ല, പക്ഷെ വണ്ടി നിനക്കും കിട്ടില്ല. എങ്കിൽ നിനക്കും കിട്ടില്ല. ആ, കാരണം ഈ വണ്ടി ഞാൻ ചിന്നപ്പച്ചട്ടിയാർക്ക് വിറ്റു. വിറ്റെന്നോ? ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അയാളുടെ നിന്ന് മേടിക്കേണ്ടി വരും. എന്റെ അനുവാദം കൂടാതെ എന്റെ വണ്ടി വിറ്റെന്നോ? ഞാൻ എന്താ കണ്ട തണ്ടികളോട് ചോദിക്കുന്നു. ദേഹത്തോട്ട് കളിക്കുന്നു. എന്റെ അടുത്ത് കളിക്കല്ലേ. നീ അണ്ടർവേൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അണ്ടർവെയർ? അണ്ടർവേൾഡ്. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് കടത്തി കൊണ്ടുവന്ന വണ്ടി ചെയ്തു. ഇത് ഞാൻ തന്നെ കൊണ്ടുപോകും. അപ്പൊ നിന്റെ അല്ല, എന്നാ നീ കൊണ്ടുകൊണ്ടെന്ന് കാണാ.